സത്യം പറയാലോ കണ്ണ് നിറഞ്ഞുപോയി. നമുക്ക് തന്നെ ഇവിടെ നിന്നിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത് അനുഭവിച്ചവരുടെ കഷ്ടപ്പാട് ആലോചിക്കാൻ വയ്യ. ഒരുപാട് സങ്കടമുണ്ട് നമുക്ക് കാണുമ്പം. വാക്കുകളില്ല ഒന്നും പറയാൻ. സെക്കൻഡറി സ്കൂൾ കാലിക്കറ്റിൽ നിന്നാണ് വരുന്നത്. ഇവിടെ വെള്ളാർമല സ്കൂള് മാറ്റിയിട്ടുണ്ടായിരുന്നു വേറൊരു സ്ഥലത്തേക്ക്. അപ്പോൾ അവിടെ പഠനം പുനരാരംഭിക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് പ്രവേശനോത്സവത്തിന് നമ്മളാണ് അവരൊക്കെ സ്വീകരിച്ചത്. ഇത് നമ്മുടെ ബാൻഡ് ട്രൂപ്പാണ്, പ്രോവിഡൻസ് ബാൻഡ് ടീമാണ്. നമ്മുടെ HM കൂടെ ഉണ്ട്, സപ്പോർട്ടീവായിട്ടുള്ള പേരൻസ്, PTA പ്രസിഡൻറ്റ് സജീവ് സർ, HM മിനിഷ സിസ്റ്റർ, പിന്നെ ടീച്ചേഴ്സും പേരൻസൊക്കെ അവിടെ ഉണ്ട്. അപ്പം നമ്മൾ ആ പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഈ സ്ഥലം ഒന്ന് സന്ദർശിക്കാമെന്ന് കരുതിയിട്ട് വന്നതാണ്. സത്യം പറയാലോ കണ്ണ് നിറഞ്ഞുപോയി. നമുക്ക് തന്നെ ഇവിടെ നിന്നിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത് അനുഭവിച്ചവരുടെ കഷ്ടപ്പാട് ആലോചിക്കാൻ വയ്യ. അത്രയ്ക്കും എന്താ പറയുക, മനസ്സ് അത്രയ്ക്കും വേദനിച്ചു പോയി. അവർ എങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ടാവുക ഒന്നും ഒരു ഐഡിയ ഇല്ല. ഒരുപാട് സങ്കടമുണ്ട് നമുക്ക് കാണുമ്പം. വാക്കുകളില്ല ഒന്നും പറയാൻ. ഞങ്ങൾ പ്രൊവിഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനികളും അധ്യാപകരും മാതാപിതാക്കളുമാണ് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. വെള്ളാർമലയിലെ കുട്ടികളെ മേപ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പ്രവേശനോത്സവത്തിന് കൊണ്ടുവന്നപ്പോൾ കോഴിക്കോട് നിന്നുള്ള ബാൻഡ് ടീമിനെയാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ എൻ്റെ മാതാപിതാക്കളും അധ്യാപകരും ഒരുമിച്ച് നിന്ന് പറയുകയുണ്ടായി, നമുക്ക് പോകാം, അവരോടൊത്ത് കുറച്ച് സമയം ചെലവഴിക്കാമെന്ന്. അതുകൊണ്ട് ഇന്നിവിടെ വരുവാനും ഇവിടെ നടന്ന ഈ ദുരന്തത്തിൽ ഒരുമിച്ച് പങ്കുചേരുവാനും ഞങ്ങൾക്ക് സാധിച്ചു. കാരണം ഒത്തിരിയേറെ വേദനയോടെയാണ് ഈ മണ്ണിൽ നിന്ന് ഞങ്ങൾ നിൽക്കുന്നത്. നമ്മളെപ്പോലുള്ള ധാരാളം ജനങ്ങൾ ഈ ചൂരൽമലയോട് വിട പറഞ്ഞിരിക്കുകയാണ്. സങ്കടമുണ്ട്. അതോടൊപ്പം തന്നെ അച്ഛനെയും അമ്മയെയും ജ്യേഷ്ഠനെയും അനുജിത്തിയെയും ചേച്ചിയെയും എല്ലാവരും നഷ്ടപ്പെട്ട് കഴിയുന്ന ധാരാളം കുഞ്ഞുമക്കൾ, അവരെ കാണുമ്പോൾ നമ്മുടെ ഹൃദയം പൊട്ടിക്കരയുകയാണ്. എന്താ പറയേണ്ടതെന്ന് തന്നെ അറിയില്ല. അത്രയും വിഷമത്തോടുകൂടിയാണ് നമ്മൾ ആ കാഴ്ച കണ്ട് നിൽക്കുന്നത്. പക്ഷേ ഈ ദുരന്തത്തിലൂടെ കടന്നു പോകുന്ന ആൾക്കാരും അവരോടൊപ്പമായിരുന്നവരും ഒരു നിമിഷം കൊണ്ട് നമ്മൾ ഓർക്കുന്നത്, ഒരു നിമിഷം കൊണ്ട് അവരുടെ ജീവിതം ഇല്ലാതെയായി തീർന്നു എന്നുള്ളതാണ്.